ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ സുരേന്ദ്രൻ, ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ബി ടീമായി അല്ലെങ്കിൽ സഖ്യകക്ഷിയായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ 10,000 രൂപയാണ്. താങ്കൾ പറഞ്ഞു സ്ത്രീകൾക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി കൊടുത്തു എന്നൊക്കെ. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് 1 കോടിയിലധികം പേരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം ഇട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? പ്രധാനമന്ത്രി തന്നെ ഈ രേവടി കൾച്ചർ ഫ്രീ ബീസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രാജ്യത്താണ് അദ്ദേഹത്തിന്റെ തന്നെ സഖ്യം ഈ തരത്തിൽ പണം ഇട്ടുകൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നത്. ആ ആരോപണത്തിന് മറുപടി പറയാം. 2 SIR ഡിലീറ്റ് ചെയ്യപ്പെട്ട 65 ലക്ഷം വോട്ടർമാർ, അത് പ്രതിപക്ഷത്തിന്റെ വോട്ടാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആൾക്കാർ ചിരിക്കും. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, ഇത് 2 കാര്യങ്ങളും ചോദിച്ചത് ഒട്ടും പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. കാരണം പ്രധാനമന്ത്രി 10,000 രൂപ പ്രഖ്യാപിച്ചു, എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പോയി എന്നാണ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. അല്ല, ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പെൻഷൻ നമ്മുടെ കേരളത്തിൽ പെൻഷൻ 2000 ആക്കിയപ്പോ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ആശാ വർക്കർമാർക്ക് 1,500 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് 2 തെരഞ്ഞെടുപ്പിൽ LDF 2 തെരഞ്ഞെടുപ്പിലും കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും വോട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ചോദിക്കാത്ത ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് കുറച്ചു മുമ്പ് നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പൂർത്തീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? അല്ലല്ല, അത് വലിയ അത്ഭുതമായിട്ട് അല്ലല്ല, എന്നെ പറയാൻ സമ്മതിക്കണം. പിന്നെ SIRന്റെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ നീക്കം ചെയ്യുന്ന വോട്ടർമാരെ പറ്റി പറയേണ്ടത്? എന്റെ 2 സുഹൃത്തുക്കളും അറിയപ്പെടുന്ന ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകരാണ്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. സർ, ഓരോ ബൂത്തിലുമാണ് വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചോദിച്ചാൽ കിട്ടും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ സംസ്ഥാനത്തെയും ബൾക്ക് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നു. ഞാൻ ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പറയൂ. കോൺഗ്രസ് പാർട്ടി SIRനെതിരെ, അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളെ ഡിലീറ്റ് ചെയ്യുമ്പോൾ, വോട്ടർ പട്ടികയിലേക്ക് ഒരാളെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്, ഫോമുണ്ട്. ആ ഫോമിൽ കോൺഗ്രസ് പാർട്ടി ഇതിൽ സംശയം ഉന്നയിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ ഒരു പരാതി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. ഒരു പരാതിയില്ല. ഒരു ബൂത്തിൽ ഇത്തവണ പോളിംഗ് ബീഹാർ നമുക്കറിയാലോ, ജംഗിൾ രാജ്. ഒരു ബൂത്തിൽ റീപോളിംഗ് ഉണ്ടായിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ വോട്ടിംഗ് ശതമാനം കൂടി. എന്താണ് ഇത്ര വലിയ ഡിഫറൻസ് എങ്ങനെ വന്നതാണ്? അതായത് കഴിഞ്ഞ തവണ 1% ഉണ്ടായിരുന്നു. സർ, വോട്ടിംഗ് ശതമാനം കൂടി, ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് വന്നു. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയിലുള്ളവരെല്ലാം BJPക്കാരും JDUക്കാരുമാണെന്ന് വിശ്വസിച്ച് ഇതാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിശകലനമെങ്കിൽ നിങ്ങൾ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചു. നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നും ഒരു വസ്തുതയില്ല. ഇപ്പൊ കേരളത്തിൽ SIR നടക്കുന്നു. ഇവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ അപ്ഡേറ്റ് 1,27,00,000 ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ. നീ അല്ലേലും മനസാക്ഷിയില്ലാത്തവനാണ്. 1,27,00,000 ആളുകൾ LDFും UDFും ശക്തമായി എതിർത്തിട്ടും 1,27,00,000 ആളുകൾ കേരളത്തിൽ SIRൽ അവര് ഇത് എടുത്തു കഴിഞ്ഞു. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. ഇത് ഈ പറഞ്ഞ ഡിസംബർ 9 കേരളത്തിലെ 3.5 കോടി വോട്ടർമാരുണ്ടെങ്കിൽ ആ 3.5 കോടി വോട്ടർമാരും ഇവരെ ഒന്നും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് ആരും പേര് വെട്ടുന്നില്ല. ഇവിടെ പോയിട്ടുള്ള ഒരു BLOമാർക്കും ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വോട്ടർക്കും ആശങ്കയില്ല. ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. ഈ ആശങ്കയൊക്കെ ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം നിന്ന് മിസ്റ്റർ രാഹുൽ ഗാന്ധിയാണ്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. ശശി തരൂരിനോട് ചോദിക്കും, ഞാൻ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്, SIR മോശമാണോ, ബീഹാറിൽ വോട്ട് ചോരിയാണോ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് നിങ്ങൾ ഏതെങ്കിലും അറിവുള്ള കോൺഗ്രസ്സുകാരോട് ചോദിക്കും. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്.
അതും ഇന്നത്തെ ചുറ്റുപാട്. ഈ വിഡ്ഢിത്തങ്ങൾ, അസംബന്ധങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇനിയും പറഞ്ഞ് പരത്തുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. സർ, 2004 മുതൽ 95 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് പരാജയപ്പെട്ടു. അയ്യോ ദാരിദ്ര്യം. സർ, 2004 മുതൽ 95 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് പരാജയപ്പെട്ടു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇനി ഒരു 100 തെരഞ്ഞെടുപ്പ് കൂടി അദ്ദേഹത്തിന് പരാജയപ്പെടാൻ കഴിയട്ടെ. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി ആരും വില കുറച്ച് കാണിക്കല്ല. ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം ഇത്ര ദുർബലമായ ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് നട്ടാൽ മുളയ്ക്കാത്ത നുളകൾ പറഞ്ഞ് ഇന്ത്യ വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? പട്ടാളക്കാരെ പോലും, പട്ടാളത്തിന് പോലും മനുഷ്യനെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ രാജ്യം ഭരണം പിടിക്കാൻ പോകുന്നത്? ശ്രീ കെ സുരേന്ദ്രൻ, രേവടി കൾച്ചർ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യില്ല, ഫ്രീ ബീസ് ഇങ്ങനെ കൊടുക്കരുത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. താങ്കൾ പറയുന്ന പോലെ മറ്റ് ഇപ്പൊ CPM കൊടുക്കുന്നുണ്ട്, കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് തന്നെ BJP ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പണം ഇട്ടുകൊടുത്തും ഫ്രീ ബീസ് കൊടുത്തും ആളുകളെ സ്വാധീനിപ്പിച്ച് വോട്ട് ചെയ്യിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നാണ് എന്റെ ചോദ്യം. കേട്ടോ, ഞാൻ പപ്പുവിനെ തകർക്കാൻ വേണ്ടി തന്നെ ഈ പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നത്. പപ്പുവിന് താളം പിടിക്കുന്നവരെല്ലാരും കൂടി എനിക്കെതിരെ എന്തെങ്കിലും ഒലത്താക്കി ഒലത്തിക്കോടാ, അപ്പൊ കാണാം. ഒന്നാമത്തേത്, ഇത് ഫ്രീ ബീസ് അല്ല, ജനത്തിന് ഒരു സൗജന്യം കൊടുത്തിട്ടില്ല. ആ പണം ഉപയോഗിച്ച് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായമാണ്. അതുപോലെ എത്രയോ ഇവിടെ കൊടുക്കുന്നുണ്ട്, മുദ്രാ വായ്പ കൊടുക്കുന്നുണ്ട്, യുവാക്കൾക്ക് തൊഴിലവസരം, എത്രയോ ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട് എത്രയോ സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധിയും ഈ മറ്റേ തേജസ്വി യാദവും പ്രകടന പത്രിക ഇറക്കിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? കൊടുക്കാൻ പറ്റുന്നതാണോ അദ്ദേഹം പറഞ്ഞത്? അത് ഒരു സന്തോഷത്തിന്, അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരാ, മാപ്പ് പോരെ. വോട്ടർമാരെ സ്വാധീനിക്കാനോ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഒരു പ്രകടന പത്രികയും പറഞ്ഞിട്ടില്ല. ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ, ഏത് ഉള്ള ആളുകളുടെ തൊഴിലിനെ ഇല്ലാതാക്കി ആ പണം മുഴുവൻ അടിച്ചു മാറ്റിയ പിന്നെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയാണ് പറയുന്നത്. ഭൂമിക്ക് പകരം എന്താ, തൊഴിലിന് പകരം ഭൂമിക്ക് പകരം തൊഴിൽ എന്ന് പറഞ്ഞിട്ട് ഭൂമി വാങ്ങിയിട്ട് വിറ്റിച്ച കാശ്, നാക്കാലികൾക്ക് കൊടുക്കേണ്ട, കന്നുകാലി വിറ്റ കാശ് കൊടുക്കേണ്ട കാശ് അടിച്ചു മാറ്റിയവരാണ് കോൺഗ്രസും. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. ആ ജംഗിൾ രാജ് വേണ്ട. സ്ത്രീകൾ വോട്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ പദയാത്ര കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു. അല്ല, ഇയാളുടെ തേജസ്വി യാദവിന്റെ 12 മണിക്ക് തേജസ്വി യാദവും കുടുംബാംഗങ്ങളും. ബീഹാറിൽ ഇത് ആദ്യമായിട്ടാണ് മാഡം, ബീഹാറിൽ ഇത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ജംഗിൾ രാജ് അവസാനിപ്പിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പ്രചരണം തന്നെ മനോരമയും കോൺഗ്രസും നടത്തണം അടുത്ത 25 കൊല്ലം. അപ്പോഴേ കാര്യം നടക്കുള്ളൂ. ഇവിടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ, കേരളത്തിലും ആളുകൾക്ക് ബോധ്യം വരുള്ളൂ. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും EVM ടാമ്പറിംഗ് ആണ്, വോട്ട് ചോരിയാണ്. ഇതിന്റെ പേരാണ് അസൂയ, ഇംഗ്ലീഷിൽ ജലസി എന്ന് പറയും. ജാർഖണ്ഡിൽ അവർ ജയിച്ചാൽ നല്ല EVM, കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചാൽ നല്ല EVM, ഈ ഹരിയാനയിൽ BJP ജയിച്ചാൽ മോശം EVM. അവിടെ ഉള്ള എന്താ? യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം, പക്ഷെ എനിക്ക് തെറ്റുപറ്റില്ല. ഇപ്പൊ ബീഹാറിൽ BJP ജയിച്ച വോട്ട് ചോരി, ഈ മാതിരി മുടന്തൻ ന്യായങ്ങൾ നിങ്ങൾ ആവർത്തിക്കണം. നിങ്ങൾ ഈ രാജ്യം മുഴുവൻ ആവർത്തിക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക്, കേരളത്തിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഈ വിഡ്ഢിത്തങ്ങൾ, അസംബന്ധങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇനിയും പറഞ്ഞ് പരത്തുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. സർ, 2004 മുതൽ 95 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് പരാജയപ്പെട്ടു. പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചു. എന്നിട്ട് എന്തായി? മനോരമ ഒരു പ്രചാരണവും നടത്തുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അതിനെന്ത് വിചാരിച്ചു? കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന വാർത്തകൾ എല്ലാം കൊടുക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്ന വിഷയങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി എന്ന് മാത്രം അങ്ങേ ഓർമ്മിപ്പിക്കട്ടെ.